മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലക്റ്റൻസ് ആണ്. എന്താണ് റിലക്റ്റൻസ്? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എസ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ എതിർക്കുന്ന ഒരു സാധനം കാണും, ആ ഒരു മാഗ്നറ്റിക് റെസിസ്റ്റൻസ് കാണും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോയെ എതിർക്കുന്നത് ആരാണ്? നമ്മുടെ റെസിസ്റ്റൻസ് ആണ്, അല്ലേ? അതേപോലെ നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എതിർക്കുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ എതിർക്കുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റിലക്റ്റൻസ് ആണ്. അതായത് നമ്മളിവിടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിക് സർക്യൂട്ടിന് അനലോഗായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള സാധനം ഏതാണെന്ന് നമ്മൾ പഠിക്കും. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു, എന്താണ്? മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ ഇക്വാലൻ്റ് ആണ്. അതായത് മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പ്രസൻസിന് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിന് ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി റിലക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? FM/φ ആണ്. എന്താണ്? FM/φ. FM എന്ന് എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ φ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ അല്ലേ? ഇനി FM എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, N×I ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു I എന്നാണ് കറണ്ട് ഡിവൈഡഡ് ബൈ φ. ഓക്കെ, ഇനി φ ഈസ് ഈക്വൽ ടു അല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഇക്വേഷൻസ് അതെങ്ങനെ എഴുതുന്നത്? അതായത് നമ്മൾ H ഇസ് ഈക്വൽ ടു, നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ഓക്കെ, H ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? H ഇസ് ഈക്വൽ ടു NI/L ആണ്, അല്ലേ? അപ്പോൾ NI/L ആണ് H എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് NIക്ക് വരെ എന്ത് എഴുതാം? H×L എന്ന് എഴുതാമല്ലോ. സോ ഇവിടെ NIക്ക് വരം H×L എന്ന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ഫൈക്ക് വരെ മാറ്റുവാണ്. B ഇസ് ഈക്വൽ ടു 5/A എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 5 ഇസ് ഈക്വൽ ടു B×A, അതാണ് ഇവിടെ HL/BA. ഓക്കെ അല്ലേ? ഇനി വിച്ച് ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ, ഈ എല്ലിനെ ഇവിടെ ഇട്ടിട്ട് B/Hനെ താഴോട്ട് എടുത്തു × A. അപ്പോൾ ഈ B/H എന്താണ്? നമ്മുടെ മ്യൂ ആണ്, അല്ലേ? സോ L ഇസ് ഈക്വൽ ടു L/μ × A എന്ന് നമുക്കിവിടെ എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഈ രണ്ട് ഇതൊക്കെ നമ്മൾ എന്താണ് പിന്നീട് ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്തുവാണ് നമ്മുടെ റിലക്റ്റൻസ് എന്ന് പറയുന്നത്? ശരിക്കുള്ള ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള FM ഇസ് ഈക്വൽ ടു N×I ആണ് ഡിവൈഡഡ് ബൈ φ. ഇനി നമ്മൾ എഴുതി H ഇസ് ഈക്വൽ ടു NI/L എന്നാണ് ഇക്വേഷൻ. അതിൽ നിന്നും NIക്ക് പകരം എന്ത് എഴുതി? H×L എന്ന് എഴുതി. സോ H×L ഡിവൈഡ് ബൈ ഫൈക്ക് പകരം B ഇസ് ഈക്വൽ ടു 5/A ആണ്. സോ 5 ഇസ് ഈക്വൽ ടു B×A, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്നും L ഡിവൈഡഡ് ബൈ B/H×A എന്ന്, അതായത് ഈ മുകളിൽ കിടക്കുന്ന Hനെ താഴോട്ട് എടുത്തു. അപ്പോൾ B/A എന്ന് നമുക്കിവിടെ എഴുതാം × A. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? 1 അല്ലെങ്കിൽ പെർ ഹെൻറീസ് അല്ലെങ്കിൽ 1/ഹെൻറീസ് എന്നാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഹെൻറീസ് H⁻⁻1 എന്നാണ് സാധാരണ, അല്ലെങ്കിൽ പെർ ഹെൻറി എന്ന് എഴുതാം. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പോൾ 3 പെർ ഹെൻറി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വേറൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ/വെബർ. എന്താണ്? ആംപിയർ/വെബർ എന്ന് നമുക്ക് യൂണിറ്റ് എഴുതാം, ആംപിയർ/വെബർ. ഓക്കെ അല്ലേ? അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് റെസിസ്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ യൂണിറ്റ് വരുന്നത് 1/ഹെൻറീസ് അല്ലെങ്കിൽ ആംപിയർ/വെബർ. ഓക്കെ, അപ്പോൾ 1 വെബർ ഈസ് ഈക്വൽ ടു, ഒരു വെബർ എന്ന് പറഞ്ഞാൽ എത്ര ലൈൻസിന് ഈക്വൽ ആണ്? അത് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁸ ലൈൻസ് ആണ്. കാണാൻ പഠിക്കണേ. 1 വെബർ ഈസ് ഈക്വൽ ടു 10⁸ ലൈൻസ്. 10⁸ ലൈൻസ്. പിന്നെ 1 വെബർ ഈസ് ഈക്വൽ ടു എത്ര മാക്സ്വെൽ, അതും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? 1 വെബർ ഈസ് ഈക്വൽ ടു എത്ര ലൈൻസ് എന്നായിരുന്നു, അത് 10⁸ ലൈൻസ് ആണ്. പിന്നെ 1 വെബർ ഈസ് ഈക്വൽ ടു എത്ര മാക്സ്വെൽ എന്ന് ചോദിച്ചാൽ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 10⁸ മാക്സ്വെൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് 8000 ആംപിയർ/മീറ്റർ. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത് 8000 ആംപിയർ/മീറ്റർ ഈസ് അപ്ലൈഡ് ടു എ സർക്കുലർ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫ്, അതിൻ്റെ ആ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ ബൈ പാസിങ് എ കറണ്ട് ത്രൂ എ കോയിൽ
wound on the circuit. If the coil is uniformly wound around the circuit and has 750 turns, number of turns ഇവിടെ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ കോയിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ 8000 ആംപിയർ/മീറ്റർ. അപ്പോൾ H is equal to, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 8000 ആംപിയർ/മീറ്റർ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് അത് നോക്കിക്കൊള്ളണേ. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 8000 ആംപിയർ/മീറ്റർ ആണ്. ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന H, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നമുക്ക് പറയാം. ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെറുതെ ഇങ്ങനെ നമുക്ക് അതെന്താ യൂണിറ്റ് വെച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാം, ആംപിയർ/മീറ്റർ. ഇനി L is equal to, നമ്മുടെ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? NI/L എന്നാണ്. H is equal to NI/L എന്നാണ്. അതിൽ L നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അതിന് പകരമാണ് നമ്മുടെ ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് സർക്കുലാർ ആണ്, അതിൻ്റെ ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ശരിക്കും L എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഫുൾ ലെങ്ത് ആണ്. അതായത് ഞാൻ ഇതിനെ ഇപ്പം എന്താണ് തുറന്നു വയ്ക്കുവാണ്. ഇതിനെ ഞാൻ തുറന്നു വയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതാണ് എൻ്റെ L എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ എന്താണ് സർക്കംഫറൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു സർക്കിളിൻ്റെ എന്താണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് π/d ആണ്. സോ π/30 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിനെ മീറ്ററിലോട്ടാക്കാൻ 10⁻² മീറ്റർ. ഇനി N എന്ന് പറഞ്ഞാൽ 750 ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ H is equal to NI/L ആണ്. നമുക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ I എന്ന് പറയുന്നത് HL/N എന്ന് കിട്ടും. സോ H എന്ന് പറഞ്ഞാൽ 8000 × π/30 × 10⁻² ഡിവൈഡ് ബൈ 750. സോ 10.05 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, the property of a magnet which opposes magnetic flux through is called. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് അതിനെന്ത് വിളിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. ഓപ്ഷൻ ഡി, റിലക്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സസെപ്റ്റബിലിറ്റി എന്താണെന്ന്. സസെപ്റ്റബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന κm, നമ്മൾ എക്സ് എന്നല്ല, ഇത് കൈ എന്നാണ് വിളിക്കുന്നത്. കൈ ഓക്കെ, κm എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, സസെപ്റ്റബിലിറ്റി. ഓക്കെ, സസെപ്റ്റബിലിറ്റി എന്താണെന്ന് നോക്കാം. മെഷർ ഓഫ് ഹൗ മച്ച് എ മെറ്റീരിയൽ വിൽ ബിക്കം മാഗ്നറ്റൈസ് ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതറിയായിരിക്കും, ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അതിന് നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയലാണ്. അതിന് ഞാനൊരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം അതിനെന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ ഇതിനും എന്തുകൊണ്ട് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം, അതായത് മെഷർ ഓഫ് ഹൗ മച്ച് എ മെറ്റീരിയൽ വിൽ ബിക്കം മാഗ്നറ്റൈസ് ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുകിൽ ഈ മാഗ്നറ്റിനോട് അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അന്നേരം എന്ത് ചെയ്യുന്നതിന് ഒരു മാഗ്നറ്റൈസ് ആവും. ഓക്കെ, അത് എന്തുമാത്രം അത് മാഗ്നറ്റൈസ് ആവും, അതിൻ്റെ മെഷറാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ. മെഷർ ഓഫ് ഹൗ മച്ച് എ മെറ്റീരിയൽ വിൽ ബിക്കം മാഗ്നറ്റൈസ് ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ടു വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്. അതായത് ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്തുമാത്രം എത്ര ഡിഗ്രി വരെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, എന്തുമാത്രം അതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. സസെപ്റ്റബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഡയമെൻഷൻലെസ് ആണ്. ഡയമെൻഷൻ ഇല്ല, സസെപ്റ്റബിലിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. ഇനി പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി ഉണ്ട്, നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി ഉണ്ട്. എന്താണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി ഉണ്ട്. പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെറ്റീരിയൽ ഈസ് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് മെറ്റീരിയലിനെയാണോ ഞാൻ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനോട് അട്രാക്ട് ചെയ്തിരിക്കും. മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അതിൻ്റെ അട്രാക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മളൊരു മാഗ്നറ്റിന് എടുത്ത ഒരു അയണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മെറ്റീരിയലിന് അടുത്തോട്ട് വെച്ച് അത് അട്രാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി ആയിട്ട്. അപ്പോൾ എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റീരിയൽ ഈസ് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് സസെപ്റ്റബിലിറ്റി ആണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ ഈസ് റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അത് ഞാൻ അതിനെ എന്താണ് ഒരു മെറ്റീരിയലിനെ എടുത്ത് ഞാൻ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തോട്ട് കൊണ്ടുവച്ചാൽ അത് റിപ്പലായി പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് സസെപ്റ്റബിലിറ്റിയാണ്. ആൻഡ് എക്സാമ്പിൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സസെപ്റ്റബിലിറ്റിയാണ്. നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി വരുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇനി നമ്മൾ ഈ ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ഇതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ഇൻസൈഡ് ദ മാഗ്നറ്റ്? നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇൻസൈഡ് ദ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാണ് എൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ. ഞാൻ പറഞ്ഞു ഇൻസൈഡ് ദ മാഗ്നറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ
സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലോട്ടാണ് വരുന്നത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലോട്ടാണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇവിടെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്നാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസൈഡ് എങ്ങനെയാണ്? സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക്, സൗത്ത് പോൾ ടു നോർത്ത് പോൾ. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്? അത് ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലോട്ടാണ്. നിങ്ങളൊരു കാര്യം നോക്കണ്ടേ, ഇത് SSC JEക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കേരള PSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഏത് എക്സാമിൻ്റെ ആണെന്ന് നോക്കണ്ട, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പലപ്പോഴും എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതൊന്നുമല്ല, വേറെ ഏതെങ്കിലും എക്സാംസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ഫ്ലക്സ് ഇൻറ്റൻസിറ്റി ഈസ് ഗിവൺ ബൈ B is equal to mu into H. മ്യൂ ഇൻ ദിസ് റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. B is equal to mu into H എന്ന് പറയുമ്പോഴത്തേക്കും മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവിടുത്തെ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ്. പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. ഇനി മാഗ്നറ്റിക് പെർമിയബിലിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ആസ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഓപ്ഷൻ നോക്കുവാണെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അലോ മാഗ്നറ്റിക് ലൈൻ ടു പാസ് ത്രൂ ഇറ്റ്. അതാണല്ലോ. സോറി, അതല്ല, പാസ് ചെയ്യാനല്ല, എന്തുമാത്രം പെട്ടെന്ന് നമുക്ക് മാഗ്നറ്റിസത്തിനെ ആ മെറ്റീരിയലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. സോറി, അപ്പോൾ റെഡിനെസ് ഓഫ് എ മെറ്റീരിയൽ ടു അക്സെപ്റ്റ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം നമുക്ക് എന്തുമാത്രം പെട്ടെന്ന് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ആ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ മെറ്റീരിയലിൽ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.